Good afternoon, all. Good afternoon, ma'am. 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 Okay, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. അപ്പൊ നമ്മള് ഫ്രണ്ട് ഓഫീസാണ് അല്ലെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ആർക്കും ഡൗട്ടുകൾ പ്രത്യേകിച്ചൊന്നുമില്ല, ക്ലിയർ ആണ്. അപ്പൊ നമ്മള് എവിടെ വരെയാ എടുത്തു നിർത്തിയത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്ന് പറയാമോ? എവിടെ വരെയാ? കസ്റ്റമർ അല്ലെ, കസ്റ്റമർ മീനുള്ള പോയിന്റ്സുകളാണ് എടുത്തു നിർത്തിയത്. ക്ലിയർ ആണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കസ്റ്റമറിന്റെ ആ ഒരു പോയിന്റ് ജസ്റ്റ് നിങ്ങൾ സ്പീഡിലാണോ പോയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കസ്റ്റമർ എക്സ്പെക്ടേഷൻ വരെ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു അല്ലെ? ക്ലിയർ ആണോ? കസ്റ്റമർ സർവീസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? അപ്പൊ നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം. നമുക്ക് നെക്സ്റ്റ് നമ്മൾ കണ്ടായിരുന്നു കസ്റ്റമർ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരുന്ന കസ്റ്റമർ എന്ന് പറയുന്നത് അല്ലെ, ആ വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് കസ്റ്റമർ എന്നുള്ള വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റ് ആണ്. ആ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ അതേമാതിരി തന്നെ എന്താണ് കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ, അത് എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അറിയാം, കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസ്മെന്റ്, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് ആശ്രയിച്ചിട്ടാണ് ഓരോ കസ്റ്റമറിന്റെയും എക്സ്പെക്ടേഷൻ, അവര് പ്രതീക്ഷിക്കുന്ന കാര്യം അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാം. ഇനി നമുക്ക് നെക്സ്റ്റ് കസ്റ്റമർ സർവീസിലേക്ക് പോകാം. എന്തായാലും ഉണ്ടാവും, ചാപ്റ്ററിന്റെ നോട്ട് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുന്നതോടൊപ്പം മാത്രമാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യില് ചാപ്റ്റേഴ്സ് അല്ലെ, നിങ്ങളുടെ കയ്യില് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും. ഇൻ കേസ് അത് കിട്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ. ടെക്സ്റ്റ് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ഒപ്പിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. അത് മാത്രമല്ല, നമ്മൾ ക്ലാസ് എടുക്കുന്നതോടൊപ്പം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്ത് കൊടുക്കുന്ന പോയിന്റ്സിന് ഇതിൽ കൂടി നിങ്ങൾ തന്നെ അത് നോട്ട് ചെയ്ത് പോവുക. പരമാവധി എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ഒപ്പിക്കും. നമുക്ക് നോക്കാറുള്ളത് കസ്റ്റമർ സർവീസ് ആണ്. നമ്മൾ കണ്ടായിരുന്നു എന്താണ് കസ്റ്റമർ എന്നുള്ള മീനിങ് ഒക്കെ ജസ്റ്റ് കണ്ടു. ഇനി കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. നമ്മളൊരു ഇലക്ട്രോണിക്സ് സംബന്ധമായ എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, മേടിക്കുമ്പോൾ അതിന് കുറച്ച് സർവീസുകൾ ആ മാനുഫാക്ചേഴ്സ് അല്ലെ, അവർ ഉത്പാദിപ്പിക്കുന്നവർ തന്നെ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നവർ തന്നെ തരാറുണ്ടോ? അത് ഉത്പാദിപ്പിച്ച് സെയിൽ ചെയ്യപ്പെടുന്ന ചെയ്യുന്നവര് കസ്റ്റമർ സർവീസ് എന്ന നിലയ്ക്ക് നമ്മളൊരു ഇലക്ട്രോണിക്സ് ഒക്കെ മേടിക്കാം. ചിലപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ആക്കി ആ സാധനം സ്വന്തമാക്കാനായിട്ട് തയ്യാറാവും. അത് മാത്രമല്ല, ചിലപ്പോൾ ട്രാവലിംഗ് അല്ലെ, നമുക്ക് അത് ഒരു TV ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഒക്കെ ആണെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സർവീസ് അവർ പ്രദാനം ചെയ്യും. അത് മാത്രമല്ല, ചിലപ്പോൾ നമുക്കറിയാം അത് ഒരു നിശ്ചിത കാലയളവ് വരെ അല്ലെ, ഒരു 2 വർഷമൊക്കെ വരെ ഒരു വാറന്റി കാർഡൊക്കെ പോലെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനത്തെ സർവീസുകളൊക്കെ കിട്ടാറില്ലേ? ഉണ്ട് അല്ലെ. ഇലക്ട്രോണിക് സംബന്ധമായ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിനൊക്കെ അങ്ങനെയുള്ള സർവീസുകൾ പ്രദാനം ചെയ്യും. അപ്പൊ ഇതെന്താണ്, നമ്മളൊരു സാധനം മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആനുകൂല്യങ്ങളാണ് അല്ലെ. ആ ഒരു ഇലക്ട്രോണിക് സംബന്ധമായ വസ്തു മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ടൈമിൽ അല്ലെ, അത് ചിലപ്പോൾ അത് സ്വന്തമാക്കുന്നതിന് മുമ്പ് തന്നെ ഇൻസ്റ്റാൾമെന്റ് ബേസിൽ കുറച്ച് പേയ്മെന്റ് നടത്താനുള്ള സൗകര്യം അവർ പ്രദാനം ചെയ്യുന്നുണ്ട്. എന്താണ്
നമ്മൾ മേടിക്കുന്ന സമയത്ത് അല്ലെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, വീണ്ടും അത് ഫിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ അല്ലെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടും അവര് ഒരു സഹായം ഹെൽപ്പ് എന്ന നിലയിൽ വാറന്റിയൊക്കെ തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സേവനങ്ങളെയാണ് നമ്മൾ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പോ വാങ്ങിക്കുന്ന സമയത്തോ അതിനുശേഷമോ ചില സർവീസുകൾ, ചില സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് മീനിങ് എടുക്കാം, നമുക്ക് കസ്റ്റമർ സർവീസസ് എന്നുള്ള മീനിങ്ങിൽ എടുക്കാം. ഓക്കെ, നമുക്ക് ഇനി പോയിന്റിലേക്ക് നോക്കാം. കസ്റ്റമർ സർവീസ്, ഓൾസോ നോൺ ക്ലയന്റ് സർവീസ്, is a provision of a service to customer before, during and after a purchase. ഒരു സാധനം വാങ്ങുന്നതിന്റെ മുമ്പും സമയത്തും അതിനുശേഷവും എന്താണ് എന്തെങ്കിലും സർവീസുകൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കസ്റ്റമർ സർവീസ്. ഓക്കെ, അതിന്റെ മറ്റൊരു പേരാണ് ക്ലയന്റ് സർവീസ്. ഓക്കെ, ക്ലിയർ അല്ലേ? കസ്റ്റമർ സർവീസിന്റെ മറ്റൊരു പേര് എന്താണ്? മറ്റൊരു പേര് അത് ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്യാം. കസ്റ്റമർ സർവീസിന്റെ മറ്റൊരു പേരാണ് ക്ലയന്റ് സർവീസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അക്കോർഡിംഗ് ടു ടർബൈൻ ആക്ട് 2002, കസ്റ്റമർ ആക്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ആക്ടിന്റെ പേരാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ടർബൈൻ ആക്ട് 2002, customer service is a series of activities designed to improve the level of customer satisfaction. That is, the feeling that a product or service has met the customer expectation. അതായത് അദ്ദേഹത്തിന് ഈ ഒരു അല്ലെ ആ ഒരു റൂമില് ആ ഒരു ആക്ടിന്റെ കീഴിൽ വരികയാണെങ്കിൽ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എന്തിന്റെ സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനമാണെന്ന് പറയുന്നത്? കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പല രൂപകൽപ്പനയുമായി ഉൾപ്പെടുത്തിയിട്ടുള്ള പല ആക്ടിവിറ്റികളുടെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. കസ്റ്റമറിന്റെ സംതൃപ്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോണിക് സംബന്ധമായ സംഭവം മേടിക്കുമ്പോൾ അവിടെയുള്ള കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ കണ്ടു. എന്താണ്, നേരത്തെ കൂട്ടിയിട്ട് അവർ ഇൻസ്റ്റാൾമെന്റ് സൗകര്യം ചെയ്തു, ദെൻ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഫ്രീ സർവീസ് പോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ആഫ്റ്റർ എന്താണ് വാറന്റി കാർഡും അവര് പ്രൊവൈഡ് ചെയ്തു അല്ലെ. അപ്പൊ അത്തരം ആക്ടിവിറ്റികൾ അവരെ എന്താണ് കസ്റ്റമറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ആൾക്കാരെ മേടിക്കണം അല്ലെ എന്നുള്ള ആ ഒരു രീതി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് നേരത്തെ കൂട്ടി അത്തരത്തിലുള്ള ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കസ്റ്റമർ സർവീസ് എന്നതിൽ ഉൾക്കൊള്ളുന്നത്. അതിൽ എന്തൊക്കെ പെടാം? ദാറ്റ് ഈസ് ദ ഫീലിംഗ് that a product or a service has met the customer expectation. കസ്റ്റമറിന്റെ എക്സ്പെക്ട് അല്ലെ അവര് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മളൊരു സാധനം ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കാനായിട്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെ ആ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അതിനും പറ്റിയ രീതിയിലുള്ള എന്തെങ്കിലും സർവീസുകൾ നമ്മളിപ്പോ ചിലപ്പോ ഒരെണ്ണം മേടിക്കുമ്പോൾ രണ്ടെണ്ണോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുത്ത് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വിൽപ്പന ചെയ്യും. ചിലപ്പോ എന്താണ് അതിന്റെ ആ ഒരു അല്ലെ കുറച്ച് പ്രൈസ് കുറച്ചുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ ചാർജ് കൊടുക്കും. നമുക്കറിയാം അതിന്റെ എന്തെങ്കിലും ഒരു ബിസിനസ് ടെക്നിക്കാണ് അവർ യൂസ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അവരെ കൊണ്ട് കുറച്ചും കൂടി അത് മേടിപ്പിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അത് മാത്രമല്ല സർവീസുകൾ അല്ലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും സേവനങ്ങൾ ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റലാണെങ്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിസൾട്ടുകൾ അല്ലെ ടെസ്റ്റിംഗ് റിസൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്ന് കളക്ട് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പേഷ്യൻസിന് അത് ബുദ്ധിമുട്ടാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അവരെന്താണ് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലേക്കൊക്കെ ഇമെയിൽ ചെയ്യുകയോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വിടുകയോ അതല്ലെങ്കിൽ മെയിൽ വഴി അവരുടെ SMS വഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുത്ത് എന്താണ് അവരുടെ ആ സമയത്തിനെ അല്ലെ അവരുടെ ആ ഒരു പേഷ്യൻസിന്റെ സമയത്തിനെ അവര് ലഘൂകരിച്ചു കൊണ്ടുവരും. അപ്പൊ അതൊരു സർവീസ് അല്ലേ? ആണോ? സർവീസ് ആണോ? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു സർവീസ് ആണോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സേവനങ്ങൾ? അതെ. അപ്പൊ അത്തരത്തില് കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സർവീസുകൾ, ഇപ്പൊ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു സർവീസ്, മറ്റേതെങ്കിലും സ്ഥാപനമാണെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സേവനങ്ങൾ അല്ലെ അത് ആസൂത്രണം ചെയ്യുക. അത് അവരുടെ എക്സ്പെക്ടേഷന് അവര് എന്താണോ പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്.
അതാണ് കസ്റ്റമർ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു ടർബൻ ആക്ട് 2002, customer service is a series of activities designed to improve the level of customer satisfaction. That is, എന്താ പറയുന്നത്, the feeling that a product or a service has met the customer expectation. അത് ഇൻ കേസ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് അനുയോജ്യമായ രീതിയിലുള്ള സർവീസ് അല്ലെ, സർവീസ് ആണെങ്കിൽ സേവനമാണ് ഇവര് കൊടുക്കുന്നതെങ്കിൽ അല്ലെ വിതരണം ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും മറ്റേതെങ്കിലും സേവനങ്ങൾ ആസൂത്രണം ചെയ്ത് അല്ലെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രദാനം ചെയ്യുക എന്നുള്ളത്. Then customer service can be given by salesman or a hospital executives. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് കസ്റ്റമർ സർവീസ് സാധാരണയായിട്ട് കൊടുക്കുന്നത് ആരൊക്കെയാണ്? സെയിൽസ്മാൻ. ഇൻ കേസ് പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം സെയിൽസ്മാൻ ആണ് അത് പ്രൊവൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ, ഇത് നൽകുന്നത് ആരാണ്? ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ആണ് നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? Then അപ്പൊ നമുക്ക് ഫോളോ ചെയ്ത് പോവാം. ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. അതായത് കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ സർവീസ്. ചിലപ്പോഴെങ്കിലും ഈ ആക്ട് ചില റയറായിട്ട് ആദ്യം വല്ലപ്പോഴും കണ്ടിട്ടുള്ളൂ, എങ്കിലും ഈ ആക്ടിന്റെ ഇത് ഒരു കണ്ടിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ടർബൻ ആക്ട് 2002 എന്നുള്ളത് കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട ആക്ടിന്റെ പേരാണ് ടർബൻ ആക്ട് 2002. ഓക്കെ, ആ ഒരു സെന്റൻസ് തന്നെ കൊടുത്തിട്ട് എന്തെങ്കിലും അത് ഏത് ആക്ടാന്നൊക്കെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് ആക്ടിന്റെ പേര്. നെക്സ്റ്റ് നോക്കാം. ഓൾസോ ഷോ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസ്. നമുക്കറിയാം ഇത് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് സർവീസ് പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ഇന്റർനെറ്റ് സർവീസുകളും പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടു, നമുക്ക് എന്താണ് റിസൾട്ടുകൾ നെറ്റിന്റെ ആ ഒരു ആനുകൂല്യത്തിലാണ് അധികം സമയം ചെലവഴിക്കാതെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ഓഫൻ ദ ഫസ്റ്റ് പേഴ്സൺ വിത്ത് whom patient has with the medical facility. നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അല്ലെ, അത് ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ള എല്ലാ അറിവും പ്രദാനം ചെയ്യുന്നത് ആരാണ്? നമ്മൾ ഫസ്റ്റ് പേജിൽ കണ്ടായിരുന്നു. ആരാണ് പ്രദാനം ചെയ്യുന്നത്? ഹോസ്പിറ്റലില് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, ഏതൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, നമ്മുടെ ഒരു പേഷ്യന്റിന്, ഒരു കസ്റ്റമറായ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് റിസപ്ഷനിസ്റ്റ് അല്ലെ. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ഓഫൻ ദ ഫസ്റ്റ് പേഴ്സൺ വിത്ത് whom patient has with the medical facility. Then giving patients individual attention can go a long way in establishing their positive experience with the facility. നമുക്കറിയാം ഇങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ബന്ധം അവരുടെ ഇടയിൽ കാഴ്ചവെക്കാനായിട്ട് നല്ല നല്ല ഇൻഫോർമേഷൻസ് പേഷ്യൻസ് ആയ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ, അതായത് ഇന്ന ഫെസിലിറ്റീസ് ഹോസ്പിറ്റലുണ്ട്, നിങ്ങളുടെ ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഞങ്ങൾ മെയിൽ വഴി നിങ്ങളെ അറിയിച്ചോളാം, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറെ കാണുന്നതിന് മുമ്പ് പിന്നെ ടെസ്റ്റുകൾക്ക് വിധേയമാകാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എന്താണ് സാധാരണ ഏതോ പേഷ്യന്റ് ആഗ്രഹിക്കുന്നത് എന്താണോ അതല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു അഡ്മിഷൻ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അല്ലെ, നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ. അവരെ സംബന്ധിച്ച് ഹോസ്പിറ്റലിനെ ഓക്കെ നമുക്ക് നല്ല ഹോസ്പിറ്റലാണ്, അവിടെ അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, അപ്പൊ നല്ല ഒരു സർവീസ് ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്നുള്ളൊരു മൈൻഡ് അവിടെയുള്ള പേഷ്യൻസിന് അല്ലെ അത് സ്വീകരിക്കാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. Giving patients individual attention can go a long way in establishing their positive experience with the facility. അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ അല്ലെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് റിസപ്ഷനിസ്റ്റ്. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഹോസ്പിറ്റലിനെ കുറിച്ച് നേടിയെടുക്കാനായിട്ട് പേഷ്യൻസിന് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? കസ്റ്റമർ സർവീസ് എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെയാണോ? അങ്ങനെ ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ മറ്റൊരു ആരൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. എന്താണ് സെയിൽസ്മാനോ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ഒക്കെയാണ് തരുന്നത്. ഓക്കെയാണ്, എല്ലാവരും ക്ലിയർ ആണ്. അക്കോർഡിംഗ് ടു ടർബൻ ആക്ട് ആണെന്നുള്ളത് പറഞ്ഞു, 2002 ആക്ട് ആണ്. ദെൻ നമ്മൾക്ക് മനസ്സിലായി അവിടെ പ്രധാനമായിട്ടും റിസപ്ഷനിസ്റ്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു അല്ലെ നമ്മുടെ കസ്റ്റമർ സർവീസ് സേവനങ്ങൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നു.
നെക്സ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഇസ് CRM. ഓക്കെ ആണല്ലോ, കണ്ടിന്യൂ ചെയ്ത് പോകാലോ. ഓക്കെ, നോട്ട് ചെയ്ത് പോകേണ്ടതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോക്കോളൂ കേട്ടോ. ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. വാട്ട് ഇസ് CRM എന്നുള്ളത് എന്താണെന്ന് നോക്കാം. CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. CRM എന്നുള്ളത് എന്താണ് പറയുന്നത്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഓക്കെ, അത് നമ്മുടെ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റുമായിട്ട് അവിടെയുള്ള കസ്റ്റമറിന്റെ ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ് അത് CRM എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ നോക്കാം. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, CRM സോഫ്റ്റ്വെയർ ഈസ് എ സിസ്റ്റം ഫോർ മാനേജിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. അതായത് ഇതൊരു മറ്റൊരു മീനിങ് പറഞ്ഞാൽ ഇതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ. ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ സാധാരണയായിട്ട് കസ്റ്റമേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം മാനേജ്മെന്റ് അവിടെ തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റിന്റെ ആ ഒരു രീതിയിൽ കൂടെയാണ് റിസപ്ഷനിസ്റ്റ് ആണ് കളക്ട് ചെയ്യുന്നത്. ദെൻ അവിടെ എന്താണ് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ അല്ലെ. ഇറ്റ് ഈസ് ആൻ സോഫ്റ്റ്വെയർ ആണത്. ആ സോഫ്റ്റ്വെയറിലൂടെ അവിടെയുള്ള പേഷ്യൻസ് ആയ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ എന്താണ് അവർക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഈ ഒരു പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വരുന്നു, അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അല്ലെ. എല്ലാം കൈകാര്യം ചെയ്തു പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ ഇസ് എ സിസ്റ്റം ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. ഓക്കെ, CRM എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് CRM സ്റ്റാൻഡ്സ് പറയുന്നത്? CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഓക്കെ, ക്യാച്ച് ചെയ്തോ? ഓക്കെ, അപ്പോ ഇത്തരത്തില് കസ്റ്റമർ കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റമറിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇമ്പോർട്ടൻസ്. നോക്കാം, വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM എന്നുള്ളത് എന്താണെന്ന് നോക്കാം. എന്താണ് ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ് എ complete database on patients that are recorded securely and cannot be accessed by third parties. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പല കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ട്. അതായത് അവിടെ എല്ലാ പേഷ്യൻസിന്റേതായ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നു അല്ലെ, സൂക്ഷിക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അത് സുരക്ഷിതമായിട്ടാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ട് സുരക്ഷിതം മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത് തേർഡ് പാർട്ടിക്ക് അല്ലെ, cannot be accessed by third parties. മൂന്നാമതൊരു പാർട്ടീസിന് ഇവരുടെ ഇൻഫോർമേഷൻസ് ഒന്നും അങ്ങനെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കാത്ത തക്ക വിധത്തില് സെക്യൂർ ആയിട്ട് രേഖപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ് ഇത് CRM എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യും അല്ലേ, കളക്ട് ചെയ്യാറില്ലേ? അല്ലേ, പേരും ഏജും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയില്ലേ, ഹിസ്റ്ററീസ് ഒക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ മെഡിക്കൽ ജസ്റ്റ് ഉള്ള നമ്മുടെ മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുമായി കാര്യങ്ങളും എല്ലാം തന്നെ അവർ ജസ്റ്റ് ചോദിച്ചറിയും. അപ്പൊ ബേസിക്കലി നമ്മളുടേതായ ഇൻഫോർമേഷൻസ് എല്ലാം അവിടെ എന്താണ് ആ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി തന്നെ റെക്കോർഡ് ചെയ്യുകയാണ്. ഈ റെക്കോർഡ് ചെയ്യുന്നതിന്റെ പ്രത്യേകത എടുത്ത് പറയുന്നത് അത് സെക്യൂർ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും തേർഡ് പാർട്ടീസിന് അവൈലബിൾ ആക്കാത്ത തക്ക വിധത്തിലാണ് അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ് എ കംപ്ലീറ്റ് ഡാറ്റാബേസ് അല്ലെ. അവിടെ മാനേജ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിനെ ഇതില് നോട്ട് ചെയ്യേണ്ടത് വരുന്നേ ഉള്ളൂ, പോയിന്റ്സ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റില് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? സെക്യൂർ ആയിട്ട് അവിടെ ആ ഒരു പോയിന്റ്സുകളാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. തേർഡ് പാർട്ടീസിന് അവൈലബിൾ ആക്കാത്ത വിധത്തിൽ തന്നെയാണ് അവിടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. എന്താണ് ഇവിടെ നോക്കാം. ദ CRM മെഡിക്കൽ സോഫ്റ്റ്വെയർ ക്യാൻ ഈസിലി പ്രൊവൈഡ് ദ ഇൻഫോർമേഷൻ റിക്വയർഡ് ടു ദ പേഷ്യൻസ് ത്രൂ ടെക്സ്റ്റ്, ഫോൺ കോൾസ് ഓർ ഇമെയിൽ ഫ്രം എനിവെയർ അറ്റ് എനി ടൈം. അതായത് നമ്മളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്ലെ അവിടെ പോയി തന്നെയാണോ എപ്പോഴും നമ്മള് ചീട്ടൊക്കെ എടുക്കാറുള്ളത്? ആണോ? ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് നമ്മൾ ഫോൺ കോൾ വിളിച്ച് അല്ലെങ്കിൽ അല്ലെ എന്തെങ്കിലും മെയിലൊക്കെ അയച്ചിട്ട് എടുക്കാറുണ്ടോ? ഉണ്ടോ? എപ്പോഴും അവിടെ പോയി തന്നെ അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ച് തന്നെ ബുക്ക് ചെയ്യാറുണ്ട് അല്ലെ.
അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. CRM എന്ന് പറയുന്ന മെഡിക്കൽ സോഫ്റ്റ്വെയർ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും എവിടെ നിന്നാണെങ്കിലും നമുക്കൊരു ഫോൺ കോള് വഴിയോ അല്ലെങ്കിൽ ടെസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെ പേഷ്യൻസിന് എന്ത് അല്ലെ ഇൻഫോർമേഷൻസ് എല്ലാ തരത്തിലുള്ള വിവരങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. വീണ്ടും പറയുന്നത് furthermore this information can also be used by hospitals to keep them informed on a personalized care as a type of marketing measure. ഇനി നമുക്കറിയാം നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുന്നത് അനുസരിച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്, അവരവിടെ ഏത് ഡോക്ടറിനാണ് അല്ലെ അത് ആ ഡോക്ടറിന്റെ അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്കാനിങ് സെന്ററിലേക്ക് ആണെങ്കിൽ സ്കാനിങ് സെന്ററിലേക്ക് വേറെ എന്തെങ്കിലും ചെക്കപ്പും കാര്യങ്ങളോ ആണോ അല്ലെങ്കിൽ ഡോക്ടറെ വിസിറ്റ് ചെയ്യാനാണോ അതനുസരിച്ചിട്ട് അവര് ഹോസ്പിറ്റലിലേക്ക് അത് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്താണ്, പേഷ്യൻസിൽ നിന്ന് ഡാറ്റകളെല്ലാം കറക്റ്റ് ആയിട്ട് നല്ല മറ്റുള്ളവർക്ക് തേർഡ് പാർട്ടീസിന് അവൈലബിൾ ആക്കാത്ത തക്കത്തിൽ അത് കീപ്പ് ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ എന്താണ് അവിടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് furthermore എന്താ പറയുന്നത്, ദിസ് ഇൻഫോർമേഷൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ബൈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ് ഈ ഇൻഫോർമേഷനിൽ ഓരോ പേഴ്സണിനും എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് അത് അല്ലെ അത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പൊ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് അല്ലെ ഇവർക്ക് ഓരോ പേഷ്യന്റിനും അവൈലബിൾ ആക്കേണ്ടതെന്ന് മെഷർ ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് സാധിക്കുമെന്നുണ്ട്. CRM in healthcare not only shows the patient's contact information, but it also gives a comprehensive overview of their medical history, appointments and prescriptions. നമുക്കറിയാം ഇതില് ജസ്റ്റ് അല്ലെ പേരും വിവരം മാത്രമല്ല സാധാരണയായിട്ടുള്ള രീതിയിൽ കളക്ട് ചെയ്യുന്നത്. നമ്മുടേതായിട്ട് ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ചില പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ കണ്ട നേരത്തെ പക്ഷിയുടെ കുറച്ച് ഹിസ്റ്ററീസ് ഒക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഉൾപ്പെടും അല്ലെ. അപ്പൊ അങ്ങനെ അതും കൂടി കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഡോക്ടറിന് പെട്ടെന്ന് തന്നെ എന്താണ് നേരത്തെ മുതലുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. CRM in healthcare not only shows the patient contact information, just contact informations മാത്രമല്ല അവിടെ സേവ് ചെയ്യുന്നത്, but it also gives a comprehensive overview of their medical history, appointments and prescriptions. The next എന്താണ്, as well in short, the availability of medical CRM helps the healthcare industry to offer instant services, solutions and improve the overall performance of the hospital. അതായത് നമുക്കറിയാം നമ്മളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റിന് ചെല്ലുമ്പോൾ അല്ലെ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏത് ഡോക്ടറെ കാണണമെന്ന് അറിയില്ല. ഇൻ കേസ് ഒരു കാർഡിയോളജിനെ കാണണോ ന്യൂറോളജിനെ കാണണോ അല്ലെ നെഫ്രോനെ കാണണോ അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചിലർക്ക് അല്ലെ എല്ലാവർക്കല്ല ഞാൻ പറയുന്നത്, ചിലർക്കെങ്കിലും ചിലപ്പോൾ ആരെ കാണണം എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇൻ കേസ് അങ്ങനെ വരുമ്പോൾ എന്താണ് ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ റിസപ്ഷനിസ്റ്റിന് കൈമാറുകയാണ് അല്ലെ. നമ്മുടെ ഏജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്, അവിടെ ഏത് ഡോക്ടേഴ്സ് ആണ് ഇതിന് അവൈലബിൾ ആയത്. അപ്പൊ അവര് തീർച്ചയായിട്ടും നമുക്ക് റിപ്ലൈ തരും, ഓക്കെ നിങ്ങളുടെ പ്രോബ്ലം അനുസരിച്ചിട്ട് നിങ്ങൾ ന്യൂറോനെ കാണാം അല്ലെങ്കിൽ ഇന്ന ഇത് ഫിസിഷ്യനെ കാണാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ ഏത് ഫിസിഷ്യൻ ആണ് ഇപ്പോ എന്താണ്, അപ്പൊ ആ ഫിസിഷ്യന്റെ എത്രത്തോളം പേരുണ്ട് അവിടെ അല്ലെ, ഏത് ഡോക്ടേഴ്സ് ആണ് ഈ ഏത് ദിവസമാണ് അവൈലബിൾ ആവുന്നത്. തീർച്ചയായിട്ടും അത്തരം ഇൻഫോർമേഷൻസ് കൈമാറാം ഇല്ലേ, അങ്ങനെ തന്നെയല്ലേ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇൻസ്റ്റന്റ് ആണ് അല്ലെ, നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സർവീസ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. CRM അങ്ങനെ കൈകാര്യം ചെയ്യും. ആ സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ട് നമ്മുടെ പേരും ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സർവീസുകൾ അത് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെ എന്താണ് സൊല്യൂഷൻ അല്ലെ, എന്താണ് ഇതിന് പരിഹാരം, അത് എന്ത് സൊല്യൂഷൻ എന്ത് സേവനം കൊണ്ടാണ് നിങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ, അതെല്ലാം തന്നെ ഇവർക്ക് കൈകാര്യം ഈ പേഷ്യൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോ എന്താണ് ഹോസ്പിറ്റലിന്റെ പ്രകടനം എത്രത്തോളമാണ് എന്നല്ലേ, ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് തീർച്ചയായിട്ടും പേഷ്യൻസിന് മനസ്സിലാക്കി എടുക്കാനായിട്ടും സാധിക്കും ഇല്ലേ, ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് എല്ലാ സേവനങ്ങളും ഉണ്ട്. CT സ്കാൻ ചെയ്യണമോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളവിടെ ഒരു കാഷ്വാലിറ്റി അപ്പോയിന്റ്മെന്റ് ആയിട്ട് ചെന്നേക്കാം.
തീർച്ചയായിട്ടും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സമീപിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യും. അപ്പൊ അവർ പെട്ടെന്ന് തന്നെ ഒരു CT എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും ചോദിക്കും അല്ലെ. ഡോക്ടേഴ്സിനെ ജസ്റ്റ് കാണുന്നതിന് മുമ്പ് തന്നെയാണെങ്കിലും ഇതിനൊക്കെയുള്ള സൗകര്യമുള്ളതാണോ എന്ന് തീർച്ചയായിട്ടും നമ്മുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ക്ലിയർ ചെയ്ത് തരും അല്ലെ. അപ്പൊ ഇവിടെ ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് ചോദിച്ച് മനസ്സിലാക്കാനും ഈ CRM ഫില്ല് ചെയ്യുക അല്ലെ. ആ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മൾ അത് ഫുൾഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് അത് മനസ്സിലാക്കി തരാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മള് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഏതെങ്കിലും ഭാഗങ്ങൾ CRM തുടങ്ങി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാനായിട്ട് ഓക്കെ ഇങ്ങനെ തരേണ്ടതായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഭാഗം എടുത്തിട്ടുള്ളൂ. പരമാവധി ടെസ്റ്റ് ഒപ്പിക്കാട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പോകാൻ സാധിക്കും. ഞങ്ങൾ സ്ലോയിലാണ് ഇപ്പൊ പോകുന്നത്. കാരണം നമുക്ക് ടെസ്റ്റും കൂടി ഇല്ല എന്നുള്ളൊരു പരിഗണന ഉള്ളത് കൊണ്ടാണ് ഒരു സ്പീഡിൽ പോകേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ പോർഷൻസ് അങ്ങനെ കവർ ചെയ്ത് തീരില്ല. ഓക്കെ, അപ്പൊ ഞാൻ അഡ്വാൻറ്റേജസ് എടുക്കാം. അത്യാവശ്യം CRM എന്നുള്ള അതിന്റെ ഒരു ഇത് അല്ലെ, എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ള അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും മനസ്സിലായി കാണും. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ കണ്ടു അല്ലെ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് തന്നെ ഓർക്കാവുന്നതാണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് കോംപ്രിഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. അതായത് അപ്പോയിന്റ്മെന്റുമായി വരുന്ന രോഗികൾക്ക് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കടമകളാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു അപ്പോയിന്റ്മെന്റിന് പല അല്ലെ, ചിലർക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് തന്നെയാണ് എങ്കിലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും. കോംപ്രിഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് അല്ലെ, എല്ലാ തരത്തിലുള്ള കടമ്പകളും അതായത് ഈ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കടമകളും ഈ ഒരു CRM എന്ന സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുമ്പോൾ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കോംപ്രിഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഇൻ കേസ് ആരെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചോദിച്ച് അല്ലെ, നിങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം എൻക്വയറി ചെന്ന് ചോദിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അല്ല ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുണ്ടോ. ഇൻ കേസ് നമുക്ക് ചിലതും അതിന്റെ ആ ഒരു ഇത് മാത്രമല്ല അല്ല, ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ സേവനം മാത്രമല്ല മറ്റെന്തെങ്കിലും അല്ലെ കാര്യങ്ങളും ചിലപ്പോൾ അറിയണമെന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇൻ കേസ് റിസപ്ഷനിസ്റ്റിന് ആ ഡിപ്പാർട്ട്മെന്റായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അല്ലെ എന്താ അവർ ഉദ്ദേശിച്ചേക്കുന്ന ചോദ്യത്തിന് ആൻസർ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. കേസ് ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ടാസ്കുകളും നിറവേറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ സമഗ്രമായിട്ടുള്ള പേഷ്യന്റിന്റെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് നോക്കാം, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. എന്താണ് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നത്. A hospital or a private practices has many departments that must work in agreement to provide the best patient experience. In case നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് മാത്രമല്ല ചിലപ്പോൾ ചില സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോ പ്രൈവറ്റ് ഏജൻസിനെയൊക്കെ സമീപിക്കാറുണ്ട്. ഉണ്ടാവില്ലേ ചില ഹോസ്പിറ്റലുകാര് ഉണ്ടാവും. ഓക്കെ,
പേഷ്യന്റിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഓക്കെ അതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇൻ കേസ് ഈ പറഞ്ഞ മാതിരി ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും എന്തറിയാം ശരിയാണ്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്ന പേഷ്യന്റ് അല്ലെ നമ്മൾ ജസ്റ്റ് CRM ഫില്ല് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇൻ കേസ് അവിടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ആണെങ്കിൽ അതിന് സൗകര്യമുള്ള ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് അല്ലെ അതിനുള്ള കോണ്ടാക്ട് ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഇതുമാതിരി തന്നെ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് പ്രൈവറ്റ് ഏജൻസികളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെ അപ്പൊ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് അല്ലെ ഇവിടെ ഇതിനുള്ള സൗകര്യമില്ല, ഇങ്ങനെയുള്ള ഒരു ഏജൻസി ഉണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഓക്കെ അവരുടെ സമയം ചോദിച്ചതിന് എപ്പോഴാണ് വരേണ്ടത് അല്ലെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ തരപ്പെടുത്തി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. ക്ലിയർ ആയോ? A hospital or a private practices has many departments that must work in. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഈ ഹോസ്പിറ്റൽ തന്നെ എന്തെങ്കിലും ബ്രാഞ്ച് ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്ലേസിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വല്ല ബ്രാഞ്ചുകളൊക്കെ വേറെ ഏതെങ്കിലും പ്ലേസിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, അവര് നേരിട്ട് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യും. ഇന്ന സമയത്ത് ഈ വ്യക്തികളുടെ അല്ലെ ഇത്തരത്തിലുള്ള ടെസ്റ്റും കാര്യങ്ങൾ നടത്താനായിട്ട് സൗകര്യം ഉണ്ടാകുമോ? അപ്പൊ തന്നെ നമ്മൾ കൃത്യമായിട്ട് പേഷ്യന്റിന് മറുപടി കൊടുക്കും. ഇന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയിപ്പോ ഇന്ന പ്ലേസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലെ അങ്ങനെയല്ലേ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാറില്ലേ? ഇല്ലേ? എല്ലാം നിങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവാറുണ്ടോ? ഇല്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഒരു സൗകര്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ ആ സേവനങ്ങൾ കൂടി ആ സമയത്ത് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യം ചെയ്യാനായിട്ട് ഈ CRM കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ആണ്. Then CRM system can also collect and organize the reports that will be beneficial in a healthcare organization. അതായത് നമുക്കറിയാം CRM എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യന്റുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ ചില ഓർഗനൈസേഷന് ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതെന്താന്ന് നോക്കാം. These reports can be regarding patients' requests or complaints, referrals or internal issues like medical equipment malfunction. അതായത് ചിലപ്പോഴൊക്കെ അല്ലെ ഇപ്പോ നമ്മളിപ്പോ ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ CRM കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ പറയും ചില സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിസിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടുകൊണ്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഇത്ര ടൈം എടുത്തു, ചില മെഷീൻസ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായില്ല അല്ലെ. ചില കംപ്ലൈന്റ്സ് അവര് നേരിട്ട് തന്നെ ഇൻഫോം ചെയ്യും. അപ്പൊ അവരൊക്കെ എന്താണ് അവരുടെ റിസപ്ഷനിസ്റ്റിന് തന്നെ എന്താണ് പ്രോബ്ലംസ് എന്ന് കണ്ടെത്താനും ചിലപ്പോൾ ഇന്ന പ്രോബ്ലംസ് അവർ പറയുന്നുണ്ടോ അല്ലോ എന്നുള്ളതൊക്കെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാനായിട്ടും അത് കൈകാര്യം ചെയ്ത് ആ സൊല്യൂഷനൊക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. The CRM system can also collect and organize reports that will be beneficial in a health organization. Health organization ഇത് അപ്പൊ ബെനിഫിറ്റ് ആണ്. കാരണം കംപ്ലൈൻസുകൾ വന്ന എപ്പോഴും കംപ്ലൈൻസുകൾ തന്നെയാണെങ്കിൽ നമുക്കറിയാം പേഷ്യൻസ് അവിടെ വരില്ല അല്ലെ. ശരിയല്ലേ? പേഷ്യൻസ് വരണമെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സർവീസുകൾ അവർക്ക് കൊടുക്കണം അല്ലെ. നമ്മൾ അതല്ലേ നേരത്തെ കണ്ടത്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് കണ്ടല്ലോ അല്ലെ. ഇല്ലേ? നിങ്ങൾ ഈ ലാസ്റ്റ് അവർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ടയേർഡ് ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഒരു ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. നെക്സ്റ്റ് ക്ലാസ് എനിക്ക് എപ്പോഴും ലാസ്റ്റ് അവർ ആണ് ഉള്ളത്. ഞാനും ഇങ്ങനെ ലാസ്റ്റ് അവർ ഞാൻ പല ക്ലാസ്സുകളും കയറി ഇറങ്ങിയിട്ടാണ് ഇവിടെ എത്താറ്. ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് അങ്ങോട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുത്തിയായിരുന്നു. അപ്പൊ നിങ്ങളിങ്ങനെ ഇതായിട്ട് ഇരിക്കരുത്, റെസ്പോണ്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉറക്ക തൂങ്ങിയാണ് ഞാൻ മാത്രം വൺ മാൻ ഷോ എടുക്കും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജസ്റ്റ് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസുകൾ അല്ലെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് പേഷ്യൻസ് ചെന്ന് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് അവരുടെ പ്രോബ്ലംസ് കംപ്ലൈൻസും കൂടി കേൾക്കാനായിട്ടും അത് ഡിപ്പാർട്ട്മെന്റിനേക്ക് കസ്റ്റമർ ഈസ് കിങ്. ഓക്കെ, വെരി ഗുഡ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കിങ് ആണ് അല്ലെ. അവര് രാജാക്കന്മാരാണ്. അവരെ പോലെ നമ്മൾ കൈകാര്യം ചെയ്യണം. അവര് അങ്ങനെ കൈകാര്യം ചെയ്താൽ മാത്രമാണ് വീണ്ടും വീണ്ടും പേഷ്യൻസ് വരുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരുടെ കംപ്ലൈൻസുകളും എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ ബോധ്യമാക്കാനും അങ്ങനെ നല്ലൊരു ഹെൽത്ത് ഓർഗനൈസേഷൻ ആക്കി മാറ്റിയെടുക്കാനായിട്ടും സാധിക്കുമല്ലോ. ശരിയായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ പോയിന്റ്? നെക്സ്റ്റ് നോക്കാം. സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ഓക്കെ, സേവ് ടൈം ആൻഡ് റിസോഴ്സസിൽ എന്താ പറയുന്നത്? നമ്മൾക്കറിയാം സമയം ലാഭിക്കാനായിട്ട് അല്ലെ. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് പറഞ്ഞു അല്ലെ.
അപ്പൊ ഏറ്റവും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സമയം എന്നുള്ളത് അല്ലെ. ആർക്കും ഒന്നിനും സമയമില്ല. അപ്പൊ ഇത് ഇങ്ങനെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അത് ബെനിഫിഷ്യൽ ആണ്. പേഷ്യന്റിനെ സംബന്ധിച്ചും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ അതെ നോക്കാം. ഈച്ച് ഡോക്ടർ ആൻഡ് നഴ്സ് അറ്റ് യുവർ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ക്യാൻ ഓട്ടോമാറ്റ് ദിയർ കലണ്ടർ വിത്ത് CRM സോഫ്റ്റ്വെയർ. ഇവിടെ പറയുന്ന ടൈം എന്താണ്? നമ്മുടെ പേഷ്യൻസിന്റെ സൗകര്യം മാത്രമല്ല ഇവിടെ പറയുന്നത്. എന്താണ് അവിടുത്തെ ഡോക്ടേഴ്സിനും അല്ലെ അവരുടെ കലണ്ടർ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. നമുക്കറിയാം മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഏജൻസികളൊക്കെ നടത്തുന്നവരായിരിക്കും അല്ലെ. അവര് ചിലപ്പോൾ ഒരു ക്ലിനിക്കിൽ ഡെന്റൽ ക്ലിനിക് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അവരൊരു ഇതില് അല്ലെ അവര് കെയറിൽ വന്ന് ഡെന്റൽ കെയറിൽ വന്ന് ഇത്ര സമയം ഡ്യൂട്ടി ചെയ്ത് പിന്നെ അടുത്ത ഡെന്റൽ കെയറിൽ പോയിട്ട് അടുത്ത ഡ്യൂട്ടി കൈകാര്യം ചെയ്യും അല്ലെ. അങ്ങനെയൊക്കെയല്ലേ? ആണോ? നിങ്ങൾ ആക്റ്റീവ് ആവുക. അപ്പൊ എന്താണ് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും CRM സോഫ്റ്റ്വെയർ ഉള്ളപ്പോൾ എന്താണ് അവർക്ക് അവരുടെ കലണ്ടർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. എത്രത്തോളം പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട് അത് നേരത്തെ കൂടി നമുക്കറിയാം. ഇന്ന സമയത്തിനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്നൊക്കെ നിർദ്ദേശിക്കും. മിക്കവാറും ഹോസ്പിറ്റലിന്റെ ചീറ്റിൽ ഉണ്ടാവും അല്ലെ, ഇത്ര ടൈമിനുള്ളിൽ. അതല്ലെങ്കിൽ അവർക്ക് അറിയാം ഇത്ര ടൈമിനുള്ളിൽ ഇത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അവര് അതിനനുസരിച്ചിട്ടാണ് കലണ്ടർ സെറ്റ് ചെയ്യുന്നത് അല്ലെ. ഓരോ ഡോക്ടേഴ്സിനും എത്രത്തോളം പേഷ്യൻസ് ഉണ്ടെന്നൊക്കെ അവര് സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അവർക്ക് പ്രൈവറ്റ് ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതനുസരിച്ചിട്ടുള്ള കലണ്ടർ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്ന്. അപ്പോൾ CRM സോഫ്റ്റ്വെയറിന്റെ മറ്റൊരു ഗുണമാണ് അവരുടെ കലണ്ടറൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. നഴ്സുമാരെ ആണെങ്കിലും ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും സമയക്രമം അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. Then fifth one, reduce errors in medical bills. എന്താണ് അവിടെ പറയുന്നത്? ബില്ലുകളുണ്ട് അല്ലെ, അതിന്റെയൊക്കെ എററുകൾ നമുക്കറിയാം. ആ ഒരു സോഫ്റ്റ്വെയറിന്റെ അതോട് കൂടിയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന നമ്പറിൽ ഇന്ന പേഷ്യൻസ് ഇന്ന ഡേറ്റിൽ എത്രത്തോളം ബില്ല് അടച്ചു അല്ലെ. അതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ. അത് മനസ്സിലാക്കി എടുക്കാനും പരിഹരിക്കാനൊക്കെ ആയിട്ടുള്ള സഹായം അതുകൊണ്ടുണ്ട് എന്നുള്ളതാണ്. Then improve communication. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന പറയുന്നത്? Email automation or SMS makes sure that timely response are sent to patients inbox after they take action in something. അതായത് നമുക്കറിയാം ഇത് ഓട്ടോമാറ്റിക്കലി അല്ലെ SMS ഒക്കെ വഴിയായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്താണ് അവർക്ക് റെസ്പോണ്ടുകളും അല്ലെ നമുക്ക് കൈകാര്യം ഇൻ കേസ് ഇൻബോക്സിലേക്ക് റെസ്പോണ്ടുകളൊക്കെ പേഷ്യൻസിന്റെ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ തിരിച്ചെന്തെങ്കിലും മറുപടികളും വിടാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ അല്ലെ നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. സമയം ഒന്നും കളയാതെ തന്നെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും അല്ലെ. ഇത് സമയത്ത് വേണമെങ്കിലും ഇത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും SMS ഒക്കെ വഴി കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടും ഇതൊക്കെ ശരിയാണ്, എന്റെ റിസൾട്ട് തന്നെയാണ്, ഓക്കെ ആണ്, ഞാൻ നേടിയിട്ടുണ്ട് അല്ലെ, അത് റെസ്പോണ്ട് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. Then CRM software will allow you to segment your patient based on their health issue, location, age, gender. അതായത് നമുക്കറിയാം അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് ഓരോ ബേസിക്കലി ക്ലാസിഫിക്കേഷൻ അല്ലെ നമുക്ക് എടുക്കാം. എന്താണ്, എവിടെ നിന്ന് വരുന്നു, പ്രായം എന്താണ്, ഏത് ലൊക്കേഷൻ ആണ് അല്ലെ, ഏത് ജെൻഡർ ആണ്, ഏത് വിഭാഗമാണ് എന്നെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് എന്താണ് ഈ ഡേറ്റില് മാത്രമുള്ള റിസൾട്ട് വേണം അല്ലെ. ഈ ഡേറ്റില് മാത്രമുള്ള പേഷ്യൻസിന്റെ ഇന്ന ദിവസത്തെ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള വിവരം കിട്ടണം. തീർച്ചയായിട്ടും എന്താണ് അങ്ങനെ ആ രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഓരോ വിഭാഗം തിരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു ഗുണം കൂടി CRM സോഫ്റ്റ്വെയർ കൊണ്ട് സാധ്യമാകുന്നുണ്ട്. ലാസ്റ്റ് നോക്കാം, ഇത് ഓൾസോ കണക്ട്സ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. അതായത് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ കിട്ടുന്ന അല്ലെ കൊടുക്കുന്ന വിവരങ്ങളാണ് പിന്നെ എല്ലായിടത്തേക്കും അല്ലെ പാസ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അടുത്ത ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടതുണ്ടോ? ഇതിന്റെ വീണ്ടും നമ്മുടെ ഏജും കാര്യങ്ങളും മെഡിക്കൽ ഹിസ്റ്ററികളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടോ? കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അത് എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്തെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താണ് ഫ്രണ്ട് ഓഫീസ് തുടങ്ങി ഏത് അല്ലെ ഫംഗ്ഷൻ, ഏത് ഹോസ്പിറ്റലിലെ ഏത് പ്രവർത്തനത്തിനും ആ ഒരു സിസ്റ്റം വഴി കളക്ട് ചെയ്യുന്ന വിവരങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. അതിന്റെ ഒരു മോഡല് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പേഷ്യന്റിന്റെ നെയിമും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇതനുസരിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അവർ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ അതേമാതിരി തന്നെ ഏത് ഡോക്ടറൊക്കെയാണ് കാണുന്നതെന്നുള്ള അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ടൈപ്സ് ഓഫ് സർവീസ്, ഏത് സർവീസാണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സേവനങ്ങളുടെ ലിസ്റ്റ് വരും. നമുക്ക് ആവശ്യമുള്ളതിലൊക്കെ അല്ലെ ആ റിസപ്ഷനിസ്റ്റ് കൃത്യമായിട്ട് തന്നെ ക്ലിക്ക് ചെയ്യും. ഡേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് അവിടെ സേവ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇൻഫോർമേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് നോക്കണമെങ്കിൽ അല്ലെ അതൊക്കെ എളുപ്പമാണ്. എന്താണ് എല്ലാം അല്ലെ എല്ലാ കാര്യങ്ങളും ഇൻ കേസ് നമുക്ക് ഇൻഷുറൻസ് പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ ഇവിടെ നോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ഇവർക്ക് എളുപ്പം തന്നെ റെഫർ ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. വായിക്കേണ്ടവരെ ജസ്റ്റ് ഒന്ന് നോക്കി വായിക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. സാധാരണ എനിക്ക് ടെസ്റ്റ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തത്. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഓരോരോ എന്താണോ ഫോളോ ചെയ്യുന്നത് അതായിരിക്കും ഫോളോ ചെയ്ത് പോകേണ്ടതല്ല. CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവര് ആ ഒരു സോഫ്റ്റ്വെയർ തന്നെ കൈകാര്യം ചെയ്യും. എന്തായാലും ഓരോ ഹോസ്പിറ്റലിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. നമ്മൾ തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റിന്റെ ഒരു ജോലിയാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെ നമ്മളെന്താണ് ഏത് ജോലിയാണെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളത് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. എന്തായാലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നുണ്ടാവും. ബേസിക്കലി ഈ ഒരു രീതി തന്നെയാണ് അവര് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. എന്താണ് അത് എല്ലാവരും തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. കുറച്ച് നാളത്തെ 2-3 ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് പ്രോബ്ലത്തോടും കൂടിയിട്ട് എല്ലാവരും തന്നെ അല്ലെ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ അത് വീണ്ടും വീണ്ടും നമ്മൾ എക്സ്പീരിയൻസ് നേടുന്നതനുസരിച്ചിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കും. ഓക്കെ, നമുക്ക് എല്ലാം നേടാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം നേടും അല്ലെ. അങ്ങനെ ഒരു മൈൻഡോട് കൂടി നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ കോഴ്സ് ക്യാച്ച് ചെയ്യുക. ഏത് ജോലിയും നമുക്ക് കിട്ടുന്ന ഏത് ജോലിയും അതിപ്പോ ഫ്രണ്ട് ഓഫീസ് ആവാം, റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഇൻ കേസ് അല്ലെ ചാറാമിന്റെ പോസ്റ്റ് ആവാം, ഏതാണെങ്കിലും ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഒരു ബേസിക്കലി നല്ലൊരു അവയർനെസ് എന്തായാലും ഈ ഒരു കോഴ്സുകളോട് കിട്ടും. ഏത് പോസ്റ്റിനെയും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു മൈൻഡിലേക്ക് കൊണ്ടുവരാം. ക്ലാസ് നിങ്ങൾ നന്നായിട്ട് തന്നെ ക്യാച്ച് ചെയ്യാം. ാണോ ജസ്റ്റ് വായിച്ചൊക്കെ നോക്കിയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും പോയിന്റ്സോ എടുത്തു പോയത് എന്തെങ്കിലും സ്പീഡിലോ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഇല്ല, എല്ലാവരും ഓക്കെയാണ്. നമുക്കപ്പോ ജസ്റ്റ് അടുത്ത ഒരു വൈറ്റൽ ഫംഗ്ഷനും കൂടി പ്രധാനമായിട്ട് എടുക്കാനുള്ളത് അതും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് നോക്കാം സുപ്രധാനപ്പെട്ടതായ ഒരു ഫംഗ്ഷൻസ് പ്രവർത്തനങ്ങൾ അല്ലെ സുപ്രധാന പ്രവർത്തനങ്ങൾ ഓഫ് ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാറുള്ളത്. ഫസ്റ്റ് നോക്കാം ടു ഐഡന്റിഫൈ. നമ്മൾ കണ്ട പോയിന്റ്സ് ഒക്കെ തന്നെയാണല്ലോ, അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. നമുക്കറിയാം അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് വരുന്ന കസ്റ്റമറുടെ എന്താണ് ആവശ്യം, എന്താവശ്യത്തിനാണ് ഒരു കസ്റ്റമർ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്, ആ ഒരു പ്രോബ്ലം അനലൈസ് ചെയ്യുക, അത് വിശകലനം ചെയ്ത് മനസ്സിലാക്കുക, കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മാറ്ററാണ് അല്ലെ. ഒരു റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച് എന്താണോ ആവശ്യം ആ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അല്ലെ. അപ്പൊ ആദ്യം തന്നെ ആവശ്യം അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് അനലൈസ് വിശകലനം ചെയ്യുക, അത് ഐഡന്റിഫൈ ചെയ്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സുപ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്.
അതായത് നമുക്ക് അറിയാം മിക്കപ്പോഴും അല്ലെ എല്ലാ കാര്യവും എത്രത്തോളം ശ്രദ്ധയുള്ള കാര്യമാണെങ്കിലും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ കസ്റ്റമറിന്റെ കംപ്ലൈൻസ് എന്താണെന്ന് മോസ്റ്റ് ആയിട്ട് വരുന്ന കംപ്ലൈന്റിന് കാരണം ചിലപ്പോൾ നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് പൂവായിട്ട് ഒരുപാട് നേരം നിൽക്കേണ്ടതുണ്ടാവും. സ്ക്രീൻ ഓഫ് ആണോ? എല്ലാവർക്കും എങ്ങനെയാണോ? വിസിബിൾ അല്ലേ? ഒന്ന് റിപ്ലൈ പറയാമോ? വിസിബിൾ ആണ് അല്ലെ? എന്തോ സംതിങ് നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് തന്നെയാ പറയുന്നത്. എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ വന്നതായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും അല്ലെ എവിടെയെങ്കിലും ഒന്ന് എന്താ പറയാ എന്തെങ്കിലും നെറ്റിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. എക്സിറ്റ് ചെയ്തിട്ട് വരാൻ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ജസ്റ്റ് വീണ്ടും ഒന്ന് കയറിയാൽ മതി. അപ്പൊ ഒന്ന് അത് ക്ലിയർ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് കസ്റ്റമറിന്റെ അല്ലെ കോമൺ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവും. നമുക്ക് ചിലപ്പോഴൊക്കെ അറിയാം ചില ഹോസ്പിറ്റലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അല്ലെ. അപ്പൊ അവിടെ എപ്പോഴും റീസൺ ആയിട്ട് വരുന്നത് എന്താണ്? അവിടെ തിരക്ക് കൂടുതലാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണും അല്ലെ. ചിലപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റിന്റെ കൂടി സേവനം ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. ചിലപ്പോൾ നമുക്കറിയാം ചില മെഷീന്റെ സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനൊക്കെ സാധിക്കും അല്ലെ. അത് കളക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇൻഫോർമേഷൻ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രീതി അവലംബിച്ച് ചിലപ്പോൾ അത് സാധ്യമാകാൻ പറ്റുമായിരിക്കും. ഇതാണ് കോമൺ ആയിട്ടുള്ള പ്രോബ്ലം എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാതെ വിലയിരുത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ എപ്പോഴും അല്ലെ നമുക്കറിയാം എപ്പോഴും അവരെ സംതൃപ്തിപ്പെടുത്തണം അല്ലെ. അതാണ് മെയിൻ ആയിട്ട് റിസപ്ഷനിസ്റ്റിന്റെ മേലെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കസ്റ്റമറിന്റെ ബന്ധം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ടെക്നിക്സ് അതെന്താണോ അല്ലെ. നമുക്കറിയാം പെട്ടെന്ന് സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാൻ വേണം, എന്നാൽ അവരെ തൃപ്തിപ്പെടുത്തുകയും വേണം അല്ലെ. അപ്പൊ അതിന് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ ഉണ്ടായിരുന്നത് നമുക്കറിയാം. ചിലപ്പോഴൊക്കെ കുറച്ച് സമയമൊക്കെ അല്ലെ കുറച്ച് സമയം കഴിയുമ്പോൾ വന്നാൽ മതി, ക്യൂബിലേക്ക് വന്നാൽ മതി, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പൊ നമുക്കറിയാം അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവരെ ഒരുപാട് നേരം നിർത്തി മുഷിപ്പിക്കുന്നില്ല അല്ലെ. അവരുടെ ടൈം ആവുന്ന സമയത്ത് അപ്പൊ അതനുസരിച്ചിട്ട് ഡിജിറ്റലൈസ് ചെയ്ത് ചില ഹോസ്പിറ്റലൊക്കെ അറിയാം അവിടെ എന്താണ് സ്ക്രീനിൽ വരും ഇന്ത്യയുടെ നമ്പേഴ്സുകാർ അല്ലെ വരിക. അപ്പൊ ആ ടൈമിൽ അവർക്ക് വന്ന് അവരെ സേവനം നേടിയെടുത്താൽ മതി. അപ്പൊ അവരെ ഇങ്ങനെ നിർത്തി കഷ്ടപ്പെടുത്തേണ്ട ആവശ്യകതയൊന്നുമില്ല അല്ലെ. അപ്പൊ എന്തെങ്കിലും ടെക്നിക്കുകൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് അത് കണ്ടെത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട മാറ്റർ തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ and use two-way communication skills to level with the people, to accept the feedback from them and to discuss the problems. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അല്ലെ. നമുക്ക് റിസപ്ഷനിസ്റ്റിനെ നമുക്കറിയാം അവരെ സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ കുറെ എബിലിറ്റീസ് ഒക്കെ അവർക്ക് വേണമെന്ന് നമ്മൾ ആദ്യം കണ്ടു അല്ലെ. ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഇടപെടണം, അവര് കാമായിരിക്കണം അല്ലെ, അവര് നല്ല അഡ്ജസ്റ്റബിൾ അപ്രോച്ചോട് കൂടിയിട്ട് അവരോട് എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു കസ്റ്റമേഴ്സ് ആയിട്ട് നല്ലൊരു ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു സ്റ്റൈല് അത് നേടിയെടുക്കണം. ആ ഒരു സ്കില്ല് അവര് നേടിയെടുക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? അവരിൽ നിന്ന് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടോ, ആ പ്രോബ്ലത്തിന് എന്തൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്നത്. അപ്പൊ അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ and use two-way communication skills to level with the people, to accept the feedback from them and to discuss the problems. Okay, അപ്പൊ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് തന്നെ തീരുമാനം എടുക്കാനായിട്ട് അല്ലെ അതൊക്കെ സൊല്യൂഷൻ അതിന്റെ അനുയോജ്യമായ സൊല്യൂഷൻ ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുമല്ലോ. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ടു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഹോസ്പിറ്റലിൽ വരുന്നവരെല്ലാവരും തന്നെ അൺവെല്ലായിരിക്കും അല്ലെ. നമ്മൾ ആദ്യം തന്നെ ക്ലാസ്സിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. നമ്മൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ അല്ലെ. അവര് ആൻഷ്യസ് ആയിരിക്കും, അല്ലെ അവർക്ക് കർട്ടസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. കാരണം അവരെപ്പോഴും അല്ലെ ഒരു വിധിയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും, ഉത്കണ്ഠയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലിൽ വറിയിട്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ പെയിനൊക്കെ ആയിട്ട് ഭയങ്കര വിഷമത്തിലുമൊക്കെ ആയിരിക്കും അവര് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന എല്ലാവരെയും എന്താണ് അക്സെപ്റ്റ് ചെയ്യണം അല്ലെ. അവരെ സ്വീകരിക്കണം, ഇങ്ങനെ പോലെ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ.
ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കണ്ടെത്തണം അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ഏത് ഡോക്ടറെയാണ് കാണുന്നതെന്നൊന്നും അറിയാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫാമിലി മെമ്പറിനെ പോലെ ചോദിച്ചറിഞ്ഞ് അതെന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് നല്ലൊരു സൊല്യൂഷൻ അല്ലെ, ഏത് ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഇന്ന സർവീസുകളുണ്ട്, ഇതിലെ ഈ സർവീസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമിനുള്ളിൽ അല്ലെ ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ കൃത്യമായിട്ട് തന്നെ അവരുടെ സ്പെസിഫിക് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിനാണ് എങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അല്ലെ, ഏതാണോ നല്ല ഡോക്ടർ, നിങ്ങളുടെ പ്രശ്നത്തിനനുസരിച്ചിട്ടുള്ള സർവീസിന് അനുയോജ്യമായ ഡോക്ടറിന്റെ സേവനം ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ്, ആ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് പറഞ്ഞു നിർദ്ദേശിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. പ്രധാനമായിട്ട് നമുക്കറിയാം കസ്റ്റമറിനെ സാറ്റിസ്ഫാക്ഷൻ ആക്കണം അല്ലെ. അവരുടെ എന്തോ ഉദ്ദേശത്തിലാണോ ഹോസ്പിറ്റലിൽ വന്നത് അത് നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കിയെടുത്ത് അതിന് അവർക്ക് അനുയോജ്യമായ രീതിയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലോടും ടെക്നിക്കോടും ഒക്കെ കൂടിയിട്ട് അവർക്ക് അത് സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. ക്ലിയർ ആണോ? ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംസാരിക്കാനോ സ്പീഡ് കൂടുതലാണെന്നോ എന്തെങ്കിലും? അതെ, ഇന്നത്തെ ക്ലാസ് എനിക്ക് നെറ്റ് പ്രോബ്ലം ആയിട്ട് കുറെ നേരമായി മിസ്സായിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ ചിലതൊക്കെ പറ്റിയിട്ടുള്ളൂ. പൊതുവെയുള്ളതിന്റെ നോട്ട്സ് ജസ്റ്റ് ഫസ്റ്റ് മുതൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരൂ. എന്തായാലും റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അല്ലെ? നെക്സ്റ്റ് ഡേയില് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവില്ലേ? ഉണ്ട്. എന്നാലും എന്തായാലും ഇപ്പൊ ഒരു കുറച്ച് 2-3 മിനിറ്റ് നമുക്ക് ഉണ്ടല്ലോ, എന്തായാലും ജസ്റ്റ് പറഞ്ഞു പോകാം. എനിവേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സാധാരണ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോ മഴക്കാലങ്ങളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. റെക്കോർഡ് ക്ലാസ് എപ്പോഴും അവൈലബിൾ ആണ് അല്ലെ? എന്തായാലും നെക്സ്റ്റ് ഡേയില് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നവര് ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കുക. അപ്പൊ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം അല്ലെ. നമുക്ക് ആവശ്യമുള്ള മാറ്റേഴ്സ് മാത്രം ജസ്റ്റ് ക്യാച്ച് ചെയ്താൽ മതി. അപ്പൊ അല്ലാത്തത് നമുക്ക് വേണ്ടാന്ന് വെക്കുക അല്ലെ. നമ്മുടെ സമയം ഫുൾ ക്ലാസ് നമുക്ക് കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം കേട്ടാൽ മതി. റെക്കോർഡ് ക്ലാസ് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് അതാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞങ്ങള് ഓൺമ്യൂട്ട് കൊടുത്തിട്ടാണ് ക്ലാസ് വരുന്നത്. കാരണം ആ ഒരു ഡിസ്റ്റർബൻസ് ആർക്കും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ ക്ലാസ്സിൽ എടുത്തത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ CRM-നെ കുറിച്ചിട്ടാണ്. അതായത് ഹെൽത്ത് കെയർ അല്ലെ, ഹെൽത്ത് കെയറിലെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. ആർട്ടിഫിഷ്യൽ ടൈമില് നമ്മള് അല്ലെ ആ ഒരു മാനേജ്മെന്റുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ്. പേഷ്യന്റും മാനേജ്മെന്റ്, അവിടുത്തെ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് തമ്മിലൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. അതായത് പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയറിലൂടെ എല്ലാ ഇൻഫോർമേഷൻസും ക്യാച്ച് ചെയ്യുന്നു. തീർച്ചയായിട്ടും അവര് റെക്കോർഡ് ചെയ്തത് സൂക്ഷിക്കുന്നു. അത് സെക്യൂർ ആയിട്ടും തേർഡ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുമാണ് അത് സേവ് ചെയ്ത് സൂക്ഷിക്കുന്നത്. എന്താണ് വീണ്ടും നമുക്കറിയാം ഇതിൽ പ്രധാനമായിട്ടും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ജസ്റ്റ് പറഞ്ഞത്. അത് എങ്ങനെ വേണമെങ്കിലും എവിടെ നിന്നാണെങ്കിലും CRM-ൽ ഇൻഫോർമേഷൻസ് കൊടുക്കാനൊക്കെ സാധിക്കും ഏതൊരു കസ്റ്റമറിനും.
then വീണ്ടും എന്താണ് അത് അനുസരിച്ചിട്ട് പേഷ്യൻസിന്റെ ആവശ്യം അനുസരിച്ചിട്ട് തന്നെ അവർക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അത് മാത്രമല്ല അവരെ ഒരു പേഴ്സണലൈസ്ഡ് കെയർ കൊടുക്കാനായിട്ട് അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇതിൻ്റെതൊക്കെയാണ് അതനുസരിച്ചിട്ടുള്ള നല്ല മെസ്സേജുകൾ അല്ലെ നല്ല നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. CRM-ലൂടെ അവര് ജസ്റ്റ് എന്താണ് പേരും പൈസ മാത്രമല്ല അവരുടെ മെഡിക്കൽ ഹിസ്റ്ററീസ് ഒക്കെ കൃത്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം അവര് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഡോക്ടറുടെ സേവനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നേരത്തെയുള്ള ഹിസ്റ്ററികളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് CRM ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം പേഷ്യൻസിന് പ്രോബ്ലം എന്താണെന്നുള്ളത് വരുമ്പോൾ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഹോസ്പിറ്റലിന് ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഇന്ന മാർഗങ്ങളുണ്ട് ഇന്ന സൗകര്യങ്ങളുണ്ട് ഇന്ന ഡോക്ടേഴ്സ് ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ഇൻഫോം ചെയ്ത് കൊടുക്കാൻ അതായത് ഓവറോൾ ഇംപ്രഷൻ അല്ലെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള നല്ല ഇംപ്രഷനും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല മാറ്റേഴ്സ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ഇൻ കേസ് പ്രൈവറ്റ് ഏജൻസികളുമായിട്ട് എന്തെങ്കിലും സൗകര്യങ്ങൾ പ്രദാനം ചെയ്യേണ്ടതുണ്ട് എങ്കിലും ആ സമയത്ത് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഡോക്ടേഴ്സിനാണെങ്കിൽ നെക്സ്റ്റ് പറയുന്നത് കംപ്ലൈൻസും റെഫറൻസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് കേട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. സമയവും അല്ലെ അതേമാതിരി തന്നെ റിസോഴ്സസ് നമുക്കറിയാം അവിടെയുള്ള സേവനങ്ങൾ അല്ലെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുന്നു. എററുകളെല്ലാം കുറച്ചു കൊണ്ടുവരാനായിട്ട് മെഡിക്കൽ ബില്ലുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അവർ നമുക്കറിയാം ജസ്റ്റ് അവര് എന്താണ് എന്തെങ്കിലും ഇൻഷുറൻസ് പാക്കേജ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് CRM ഫില്ല് ചെയ്തത്. അപ്പൊ അത്തരത്തില് അങ്ങനെ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് മെഡിക്കൽ ബില്ലുകളിലൊക്കെ എറർ കുറച്ചുകൊണ്ട് വരാൻ തെറ്റുകൾ കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുന്നു. നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാനായിട്ട് അല്ലെ അവർക്ക് ഇൻബോക്സിൽ അയക്കാനും തിരിച്ചും അല്ലെ മറുപടികൾ അയക്കാനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. എന്താണ് അവിടെ വേർതിരിച്ച് നമുക്ക് എന്തെങ്കിലും അവൈലബിൾ ആക്കണമെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അത് അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. എന്താണ് ഇതിന്റെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിച്ച് അല്ലെ ഇപ്പൊ ബാക്ക് ഓഫീസിൽ വീണ്ടും ഇൻഫോർമേഷൻസ് ഒന്നും പാസ് ചെയ്യേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലിലെ എല്ലാ സേവനങ്ങൾക്കും ഈ ഒരു മോസ്റ്റ്ലി നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് മതിയാവും എന്നത്. അതിന്റെ സാമ്പിളുകൾ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് പിക്ചേഴ്സ്. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ അല്ലെ നമ്മൾ കണ്ടായിരുന്നു ഹോസ്പിറ്റലിന്റെ കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ചിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവരുടെ പ്രോബ്ലം ശരിക്കും മോസ്റ്റ്ലി വേണ്ടത് കസ്റ്റമറിന് എന്താണ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടത് അവരുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തിനനുസരിച്ച് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനം. അതിങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരിങ്ങനെ ഓരോന്നും കൂടുതൽ ഓരോ പോയിന്റ്സ് ആയിട്ട് വിളിച്ചിരുന്നേ. ക്ലിയർ ആയോ? എന്തെങ്കിലും മാം ഒരു സംശയം എന്താ ടു വേ കമ്മ്യൂണിക്കേഷൻ മാം? ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് അപ്പുറത്തുനിന്ന് കസ്റ്റമേഴ്സിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, റിസപ്ഷനിസ്റ്റിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. അപ്പം അതേമാതിരി തന്നെ പേഷ്യൻസിന്റേതായ ഇൻഫോർമേഷൻസ് അവർക്ക് സ്വീകരിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് കാണാം. Thank you, ma'am. Thank you. Thank you, ma'am.